ഞങ്ങൾ തന്നെ 2 ദിവസം മുമ്പ് കൊടുത്തൊരു വാർത്തയാണ്. ബംഗ്ലാദേശിൽ ഡിസംബർ 31-ന് വലിയ ഭരണഘടനാ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം വീണ്ടും സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ യൂനസിന്റെ നെഞ്ചത്തേക്കാണ് സകല പ്രതിഷേധക്കാരും ഇറങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂനസ് ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധിയായി അവിടെ ഇരിക്കുമ്പോൾ BNP എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയും വലിയ രീതിയിൽ ആശ്വാസത്തിലായിരുന്നു. കാരണം ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്നും പറന്നു കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാദേശ് ഒരു പുതിയ ബംഗ്ലാദേശായി മാറാൻ പോകുന്നു എന്നിവർ ആശ്വസിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നിവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ അതേ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രക്ഷോഭവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തവണ യൂനസിനെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്ത 2025 എന്ന പുതുവർഷം തുറക്കുമ്പോൾ ഈ ഭരണഘടന ഇവിടെ വേണ്ട എന്നാണ് അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭക്കാർ പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ബംഗ്ലാദേശിൽ ഇവർ തന്നെ പുറത്തിറക്കി വിട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരവാദികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം തലസ്ഥാന ധാക്കയിലെ ഷഹീദ് മിനാറിലാണ് വിദ്യാർത്ഥികളുടെ ബ്ലൂ പ്രിന്റ് ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. അവിടെയാണ് ഇവർ ഒത്തുകൂടാനായിട്ട് പോകുന്നത്. ഇന്നേ ദിവസം തന്നെ അവർ ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഭരണഘടന ഇനി വേണ്ട, ഭരണഘടന എടുത്ത് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞ് ഇവർ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ശക്തമായ പ്രതിഷേധം യൂനസിന്റെ ഭാഗത്തു നിന്നും BNPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എങ്കിലും സ്വന്തം തടി കേടാകാതിരിക്കാനായി യൂനസ് ഈ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന അല്ലെങ്കിൽ തല കുനിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഷെയ്ഖ് ഹസീനയെ പോലെ പോരാടാൻ യൂനസ് തയ്യാറല്ല. കാരണം കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശക്തമായ പിന്തുണ നൽകുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 30 ലക്ഷം വിദ്യാർത്ഥികളെയാണ് ഇവർ ധാക്കയിലെ ഷഹീദ് മിനാറിൽ അണിനിരത്തും എന്ന് വാദിച്ചിരിക്കുന്നത്. ഭരണഘടനയിൽ ചേഞ്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ എന്ന് ഇവർ പറയുന്നു. പോരാത്തതിന് ഇടക്കാല സർക്കാർ ഇവരെ പ്രതിസന്ധിയിലായിരിക്കുന്നു. യൂനസിനെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇവരെ നേരിടാനായി ഇടക്കാല സർക്കാർ പോലീസിനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ചട്ടം കെട്ടിയിട്ടുണ്ട്. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഇപ്പോൾ തന്നെ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. പോലീസ് റെഡിയാണ് ഇവർക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ. കണ്ണീർ വാതകം തയ്യാറാണ്, ജലപീരങ്കികൾ തയ്യാറാണ് ഇവർക്കെതിരെ പ്രയോഗിക്കാൻ. പക്ഷേ നിലവിൽ ബംഗ്ലാദേശിലെ പോലീസ് പോലും ഇവരുടെ കൂടെയാണ് ഹൈജാക്ക് ചെയ്യപ്പെട്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെയുള്ള സംഭവ വികാസങ്ങളെല്ലാം അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ആവശ്യം എന്താണെന്ന് നോക്കാം. ഈ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം, ആ പ്രസ്ഥാനത്തിന്റെ ഭരണഘടനയെ ചൊല്ലിയുള്ള ആവശ്യം എന്താണെന്ന് നോക്കാം. ഓരോ പടിപടിയായി ബംഗ്ലാദേശ് ഈ മതമൗലികവാദികൾക്ക് കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം അവർ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന രീതിയിൽ വന്നു. ന്യൂനപക്ഷങ്ങളും കൂടെ ചേർന്ന് നിന്ന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി. പിന്നീട് അവർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഇപ്പോഴിത് അവർ ഭരണഘടനയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്ത്യക്കടക്കം ഇതൊരു പാഠമാണ്. ആദ്യം അവർ മതേതരത്വം പറയും, രണ്ടാമത് ഇവർ മതം പറയും, മൂന്നാമത് ഭരണഘടന വേണ്ട എന്ന് പറയും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബംഗ്ലാദേശ്. ഇനി ഇവരുടെ ആവശ്യം എന്താണെന്ന് നോക്കാം. ബംഗ്ലാദേശിൽ ഭരണഘടന വേണ്ട, ആ ഭരണഘടന മാറ്റണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ബംഗ്ലാദേശിൻ്റെ പേര് മാറ്റാനാണ് ഇവരുടെ ആദ്യത്തെ ശ്രമം. ഒരു രാജ്യത്തിൻ്റെ പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് ഞങ്ങളുടെ രാജ്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പേര് വേണം എന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്നാക്കണം ബംഗ്ലാദേശിൻ്റെ പേര്. ഇറാന് സംഭവിച്ച അതേ ഗതി തന്നെയാണ് ബംഗ്ലാദേശിനും വരാൻ പോകുന്നത്. സുന്നത്തും ശരീഅത്തും നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇവരുടെ മൂന്നാമത്തെ ആവശ്യം. അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ യൂനസിനെ പ്രസിഡന്റ് ആക്കാം എന്നുള്ളതാണ് ഇവരുടെ വാഗ്ദാനം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. പുതിയ ഭരണഘടന ഇവർ തന്നെ എഴുതിയ ഭരണഘടന ഞങ്ങൾ അവതരിപ്പിച്ചോളാം എന്നാണ് ഇവർ പറയുന്നത്. 1972 കൊണ്ടുവന്ന ഭരണഘടന മുജീബിസ്റ്റ് ചാർട്ടർ എന്നാണ് അതിനെ ഇവർ വിശേഷിപ്പിക്കുന്നത്. കാരണം ആ ഭരണഘടന ഇന്ത്യക്ക് കൂടെ അനുകൂലമായ ഒരു ഭരണഘടനയാണ്. ബംഗ്ലാദേശ് ഭരിക്കാൻ ഇന്ത്യക്ക് അവസരം ഒരുക്കിക്കൊടുത്ത ഭരണഘടനയാണ് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അതുകൊണ്ട് ആ ഭരണഘടന വേണ്ട, ആ ഭരണഘടന ഞങ്ങൾ കുഴിച്ചു മൂടും എന്നാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെല്ലാം പറയുന്നത്. എന്നാൽ BNP അടക്കം ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. ഭരണഘടനയിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, എന്നാൽ ഭരണഘടന പൂർണ്ണമായും മാറ്റാൻ സാധിക്കില്ല എന്നാണ് BNP അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് 2025 കടക്കുമ്പോൾ ഒരു വമ്പൻ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ്. എന്നാൽ യൂനസ് തലകുനിച്ച് അവർക്ക് മുമ്പിൽ അവർക്ക് വിനീത വിധേയനായി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൂർണ്ണമായും ഇറാന്റെ പാതയിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.